ഈ മിത്രം കളക്ഷനിലെ പെണ്ണ് ഒരുപാട് അവളുടെ ഇതിൽ നോക്ക്, അവളെ കമൻസിൽ നോക്ക്, ഒരുപാട് പേരെ പറ്റിച്ചേക്കുന്നു. അവൾ കുറേ അടിപൊളി ഡ്രസ്സ് ഇട്ട് കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത്ര റേറ്റ് കുറഞ്ഞ കുപ്പായമല്ലേ. അങ്ങനെ ഏതൊക്കെയോ പെണ്ണുങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അവരുടെ ഡ്രസ്സ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം കമൻസൊക്കെ നോക്കുക. ചേച്ചിയാണെങ്കിൽ പാവം കേട്ടോ, അവൾക്ക് ഇങ്ങനെ നോക്കാനോ പിടിക്കാനോ ഒന്നും അറിയില്ല എന്നല്ല, അറിയില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ അവളെ മൈൻഡ് ആയിത്തീർന്നതാണ്. അവൾ BCom വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കല്യാണം കഴിച്ചു. പിന്നെ അവൾക്ക് അപ്പോഴേക്ക് പ്രഗ്നൻ്റ് ആയി. അവൾക്ക് പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അങ്ങോട്ടായിരുന്നു അവളുടെ ട്രാജഡി മൊത്തം. പിന്നെ അവൾ വലിയൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിഞ്ഞ് പോയത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു വീട്ടിലേക്ക് മാറി. പിന്നെ അപ്പോഴേക്ക് കുഞ്ഞ് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞല്ലോ, കുഞ്ഞുണ്ടായി. കുഞ്ഞിന് അപ്പോഴാണ് അറിയുന്നത് അവന് ഓട്ടിസം ഉണ്ട്. പക്ഷേങ്കിൽ അവൻ വലുതാകുമ്പോഴേ ഇവർക്ക് മാനസികമായിട്ട് ഏതൊരു പാരൻറ്റും തളർന്നു പോകും. എന്തുകൊണ്ടോ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നു, അത് തന്നെ വലിയ ഭാഗ്യമാണ്. മോനിപ്പോൾ 15 വയസ്സോളമായി. അപ്പോഴേക്ക് തകർന്നത് അവിടെ അവളും തകർന്നു പോയി. അവൾക്കറിയില്ല, അവൾ ഈ BCom വരെ പഠിച്ച് അവൾക്ക് അത് മൊത്തവും മറന്നുപോയി എന്ന് തന്നെ പറയാം. കാരണം അവളുടെ ഇതിൽ എൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെ ആയിത്തീർന്നത്. പക്ഷേങ്കിൽ മോന് ഹാഫ് ഓട്ടിസം എന്നേ പറയാനോ പറ്റുള്ളൂ നമുക്ക്. അവനെല്ലാം അറിയാം. ഇപ്പം നമ്മളെ കണ്ടില്ലെങ്കിൽ കൂടി നമ്മളെ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ നമ്മളെല്ലാം പേര് പറയും. പിന്നെ അങ്ങനെ ഓരോരുത്തരെ അറിയാം. പക്ഷേങ്കിൽ അവളുടെ വിചാരം അവനത് ഓട്ടിസം ആണെന്നാണ്. പിന്നെ നമ്മളൊക്കെ കൊടുക്കുന്ന ഒരു സ്നേഹവും നമ്മളൊക്കെ കൊടുക്കുന്ന ഒരു മോട്ടിവേഷനിലും അവൾ നിൽക്കുന്നതേ ഉള്ളൂ. അത് പറഞ്ഞ് അവൾക്ക് കരയാനോ സങ്കടപ്പെടാനോ നേരമുള്ളൂ. പിന്നെ അവർക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അതുകൊണ്ടുള്ള വരുമാനമാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിനെ ഓർത്താണ് അവൾക്ക് സങ്കടം. ആ മോനെ ഇപ്പോഴും എടുത്തുകൊണ്ട് വേണം ബാത്റൂമിൽ എല്ലായിടം പോകാനായിട്ട്. പിന്നെ അവൾ ഇപ്പോഴാണൊന്ന് എല്ലാവരും പറഞ്ഞൊന്ന് കര കയറിയത്. കാരണം മോനെ അവനെ ഒന്ന് നോർമൽ സ്കൂളിൽ, അവരുടെ നാട്ടിലൊന്നും മറ്റേ നോർമൽ സ്കൂളിലേക്ക് കൊണ്ടിരുത്താൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയുള്ള സ്കൂളുകൾ കുറവാണ്. എന്തോ കുഞ്ഞിന് പഠിക്കാനായിട്ട് ഉള്ള സൗകര്യം കിട്ടിയിട്ടില്ല. അവനങ്ങനെ പഠിക്കാനൊന്നും പഠിപ്പിച്ചില്ല. പക്ഷേങ്കിൽ അവന് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. ഏത് കാറ് കണ്ടാലും അവൻ പറയും, 2 വീലർ കണ്ടാലും അറിയും, കാറിൻ്റെ ക്ലച്ച്, ഗിയർ ഇതെല്ലാം അവൻ പറയും. അവൾ എന്നെ ഓടിക്കുമ്പം പറയും, ചേച്ചീൻ്റെ പേര് സിന്ധു എന്നാണ്, സിന്ധു നീ സിന്ധു പിന്നെ അത് ചവിട്ടെ ഇത് ചവിട്ട് ഗിയർ മാറ്റ് എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം തന്നെ ഓർക്കണം. അപ്പം നമ്മൾ പറയണേ പിന്നെ ചേച്ചി അവനെ കണ്ട അവന് ഓർമ്മയുണ്ട്, നമ്മളവനെ പിന്നെ നല്ലൊരു ട്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഓക്കെ ആയേനെ. പക്ഷെ അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല. നമുക്ക് എഫേർട്ട് എടുത്ത് പോയി ചെയ്യാനുള്ള നമ്മളെല്ലാവരും ദൂരെയാണ്, അടുത്തല്ല. ഞാൻ ദൂരെയാണ്, അവൾ ദൂരെയാണ്. അങ്ങനെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയതെല്ലാം ദൂരെ സ്ഥലങ്ങളിലാണ്. നമുക്കൊന്നും ഒരു ഹെൽപ്പ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാവരും അങ്ങും ഇങ്ങുമൊക്കെയാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി ഒരു തുണീൻ്റെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ പാവം കണ്ടിട്ട് ഗുജറാത്തിലോ ബോംബെയിലെങ്ങാണ്ട് ഓർഡർ ചെയ്തു. ഒരു 30,000-50,000 രൂപയ്ക്കാണോയെന്ന് അറിയില്ല, ഓർഡർ ചെയ്തു. ദൈവമേ, കീറിയ കുറേ കുപ്പായങ്ങൾ, കീറിയത് എല്ലാം പിന്നെ ഇതാക്കേണ്ടി വന്നു. മനസ്സിലായോ? ഒന്നുപോലും ഒരു കഷ്ണം പോലും ഇല്ല ഡ്രസ്സ്, എല്ലാം കീറിപ്പറിഞ്ഞ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കീറിപ്പറിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പോവൂലേ, അതൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നുണ്ട്. ആരും ദയവ് ചെയ്ത് അങ്ങനത്തെ ഒന്നും കൊടുക്കരുത്. കീറിയ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ഈ നമുക്ക് മറ്റേ ഇവർ വരുമല്ലോ ഇവിടെ നിന്ന് എടുക്കാനായിട്ട്, അവർക്ക് മാത്രം കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ, അത് ഹിന്ദി നാട്ടിൽ കിടക്കുന്നവർ അവർ പറ്റിച്ചേക്കുന്നു. അവൾക്കത് കുറേ നാളത്തെ വിഷമം ഉണ്ടായിരുന്നു. അതൊന്ന് വന്നപ്പോഴുണ്ട് ഈ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടി എൻ്റെ ഈ 550 രൂപ എടി എന്ന് പറഞ്ഞ്. പിന്നെ അവൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ 550 എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി അത് ഉണ്ടാക്കുന്നവരും എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഉണ്ടാക്കണേ. വലിയ അടിപൊളി തുണികൾ കാണിച്ചിട്ട് ഈ ചെറിയ എമൗണ്ടും കാണിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടണം? നിങ്ങൾ മലയാളികളും ഹിന്ദിക്കാരൻ പറ്റിച്ചു, അയാളങ്ങ് പോയി. ഇവരുടെയൊക്കെ ശാപം ഉണ്ടല്ലോ,
നിങ്ങൾക്കൊന്നും ഒരിടത്തും നിങ്ങളെത്തില്ല. ഒരു കാലത്ത് നിങ്ങളൊന്ന് വീണ് കിടന്ന കിടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുള്ളൂ, അയ്യോ ഞാനിങ്ങനെ പലരെയും പറ്റിച്ചുകൊണ്ടാണല്ലോ എന്ന്. നിങ്ങൾ പറ്റിക്കാതെ മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്യും. നമ്മളൊരു പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ ശ്രമിക്കണം. നിങ്ങളിങ്ങനെ ഒരു പേരും കൊടുത്ത് ഇങ്ങനെ കുറേ ഡ്രസ്സും കാണിച്ച് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എന്താ നിങ്ങൾക്ക് നേടാനുള്ളതെന്നാണ്. ഇവരെല്ലാം കൊണ്ട് കേസ് കൊടുത്താലുണ്ടല്ലോ നിങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഇവരാരും രംഗത്ത് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കൊന്നും പോയി ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങി അവളെ വീട്ടിൻ്റെ മുന്നേ ഞാൻ ചെന്നേനെ. പക്ഷേങ്കിൽ ഞാൻ ഇത്രയും ദൂരത്തിലായിപ്പോയി. ഞാൻ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിങ്ങനെ അതിൻ്റെ രീതിയിൽ നടക്കുകയല്ല. പാവം എൻ്റെ ചേച്ചീനെ പറ്റിച്ചേക്കുന്നു. അവളെൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അവളെ ഞാൻ മറ്റേ തുണി ഇങ്ങനെ പിഴിയില്ലേ, അതേപടി ഞാൻ പിഴിഞ്ഞേനെ. പിന്നെ ലൈഫിൽ അവൾ ആരെയും പറ്റിക്കില്ല, ആ അവസ്ഥയിലാക്കി കൊടുത്തേനെ. പിന്നെ നമുക്ക് കണ്ടിരുന്ന് കാണാം. പിന്നെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണ്, അറിയാലോ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നും കള്ളത്തരം മൂടി വയ്ക്കാൻ ഒരിക്കലും ആർക്കും പറ്റില്ല. കള്ളത്തരങ്ങൾ ദൈവം പൊറുക്കും. മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത കള്ളത്തരങ്ങൾ ദൈവം പൊറുക്കും. ഒരാളെയും ദ്രോഹിക്കാതെ മാന്യമായിട്ട് ജീവിക്കുക. അതായത് ഒരാളെ ദ്രോഹിക്കുന്ന രീതിയിലാവരുത് നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ എന്നേ പറയാനുള്ളൂ. അപ്പോൾ ആരും വിഷമിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കാൻ നോക്ക്. ഇനിയെങ്കിലും പെണ്ണേ, നീ അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക്. എന്തിനാടി നീ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് യൂട്യൂബിലുള്ള പിള്ളേരെയൊക്കെ പറ്റിക്കണത്, ഓരോ ആൾക്കാരെയും പറ്റിക്കുന്നത്? കൂടുതൽ ഈ തുണിയൊക്കെ കാണുമ്പോൾ ഇത്രയും ചെറിയ റേറ്റ് ആയതുകൊണ്ട് കൂടുതൽ സാധാരണക്കാരായിരിക്കും ചെന്ന് ചാടുന്നത്. ഞാനും വാങ്ങിയിട്ടുണ്ട്, നിൻ്റെ നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവരുടെ നിന്ന് ചെറിയ റേറ്റിന്. കളേഴ്സ് ഉണ്ട്. കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താന്ന് നോക്കാം, ട്രെൻഡ്സോ കളേഴ്സ് അങ്ങനെ എന്തോ, ആലപ്പുഴയിലുള്ളൊരു ലേഡിയാണ്. എന്ത് അടിപൊളി ക്വാളിറ്റിയാണെന്നറിയോ. ഞാൻ 5 കൊല്ലമായി ഞാൻ വാങ്ങി തോന്നുന്നുണ്ട്. അത് എന്ത് അടിപൊളി ഡ്രസ്സാണ്, അതിൻ്റെ സ്റ്റോണും അത് ഇതുമൊക്കെ അവരിപ്പോഴും ഇടുന്നുണ്ട്. പക്ഷേ എങ്കിൽ എക്സൽ, എൻ്റെ റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു XL, XXL ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അതിന് മുകളിലേക്ക് നിങ്ങൾ സൈസ് ഇറക്കുമെന്ന് പറഞ്ഞു. കാരണം അത്രയും ക്വാളിറ്റി തുണി മെറ്റീരിയലിന് വരെ. ആലപ്പുഴയിലുള്ളത്, പേര് ഞാൻ മറന്നുപോയി. അവർക്ക് വലിയ മക്കളൊക്കെ ഉണ്ട്, പക്ഷേ അവരെ കണ്ടാൽ തന്നെ ഏജ് കുറവായിട്ടാണ് തോന്നിക്കുന്നത്. ഞാൻ അവരുടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ മീഷോ എന്നൊക്കെ എടുക്കാം നിങ്ങൾക്ക്. പാവം എൻ്റെ ചേച്ചീനെ പറ്റിച്ചു. ഹിന്ദിക്കാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഏതോ നാട്ടിൽ കിടക്കുന്നവർ, അവർക്കുള്ള ദൈവം കൊടുത്തിട്ടുണ്ടാവണം. എത്രയോ പേരെ പറ്റിച്ചിട്ട്. ഞാൻ എന്നിട്ട് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാ എന്താണെന്ന് അറിയാണ്ട് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തു, ചേച്ചി ഇനി അങ്ങനെ ഹിന്ദിക്കാർക്കൊന്നും പൈസ തുണി വാങ്ങല്ലെന്ന് പറഞ്ഞു. ഇത് നോക്കുമ്പോൾ ചേച്ചി റിവ്യൂ ഒന്നും അങ്ങനെ നോക്കാൻ അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് റിവ്യൂ നോക്കേണ്ടത്. നീ ഇനി എടുക്കുമ്പോൾ ഒരിക്കലും ചാടിക്കയറി എടുക്കല്, എന്നോട് ചോദിച്ചിട്ട് എടുക്കാവൂ. എന്നിട്ട് അപ്പം എന്നോട് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. അവൾക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാൻ അവൾക്ക് ആരുമില്ല, മനസ്സിലാകെയുള്ള ചേട്ടൻ രാവിലെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോവും. പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് സ്കൂളിൽ പോവും, പിന്നെ ഉള്ളത് ചെറിയ കുഞ്ഞാണ്, പിന്നെ ഉള്ളത് ഇവനാ. അപ്പോൾ അവൾ ആരോട് എന്ത് ചെയ്യിക്കും? നമ്മളെയൊക്കെ വിളിച്ചാൽ നമുക്ക് ശല്യമാവോ, ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ട് പാവം ആരെയും ശല്യം ചെയ്യാതെ അതൊരു ഭാഗത്തൂടെ ഒഴിഞ്ഞു പോകുന്നത്. ചേച്ചിക്കറിയാം ഞാനൊക്കെ പഠിക്കുകയാണ്, അപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചാൽ ബുദ്ധിമുട്ടാവോ, നമ്മളെയൊക്കെ രംഗത്തുള്ളൂ, പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് പാവം ചേച്ചി ചോദിക്കാണ്ടാവുണ്ട് ഈ പൈസ കൊടുത്തത്. ഇങ്ങനെ എത്രയോ പേരുണ്ടാവും കൊണ്ടുപോയി പൈസ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഭേദം നിങ്ങൾ ചെയ്യേണ്ട എന്തായിരുന്നു പറയുക, മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതിൽ ഭേദം നിങ്ങളെക്കാളും പിന്നെ അന്തസ്സുണ്ട്. പിന്നെ ആ ബോംബെയിൽ തെരുവിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ, അവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടെന്ന് പറയാം. അതിലും വൾഗറാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ക്യാരക്ടർ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഈ ബിഹേവിയർ. ചെന്ന് ചാക്. നിനക്കൊക്കെ പണിഷ്മെൻ്റ് എല്ലാവരും കൂടെ ഞാൻ പറയുന്നത് കൊണ്ട് കേസ് കൊടുത്തിട്ട് നിന്നെ കേട്ടല്ലോ അങ്ങ് വെട്ടി കൊന്നേക്കണം. ജഡ്ജിയൊക്കെ അങ്ങനെയാണ് വിധിക്കേണ്ടത്. വധശിക്ഷയ്ക്കാണ് വിധിക്കേണ്ടത് നീയൊക്കെ ഇങ്ങനെ പറ്റിച്ച് നടക്കുന്നവരെ.
വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഭൂമിയിൽ ജീവിക്കരുത്. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവർ. എനിക്കിങ്ങനെ പറ്റിക്കുന്നവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ.